ഇത് കണ്ടാൽ തോന്നും ഞാനെന്തോ ഇപ്പോൾ പല പല ഹെയർ സ്റ്റൈൽസ് ട്രൈ ചെയ്യാൻ പോവാണെന്ന്. അങ്ങനൊന്നുമില്ല കേട്ടോ. എപ്പോഴും നമുക്ക് ഒരേ ഒരു ഹെയർ സ്റ്റൈലേ ഉള്ളൂ. അത് മമ്മിയുടെ വായിക്കുന്ന സ്ഥിരം കേട്ടിട്ട് ഒരു ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇത് നമ്മൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇന്ന് കടൂർ പള്ളിയിൽ പെരുന്നാളാണ്. സോ അപ്പം അതിന് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു ഇത്. പപ്പ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. പിന്നെ നേരത്തെ പറഞ്ഞത് ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ ഞങ്ങൾ പിന്നെ വെളിയിലായിരുന്നത്. പൊന്നൂസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഫുൾ ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയിട്ട് തന്നെ ഫുൾ വെളിയിലായിരുന്നു. പിന്നെ പാവം ഇവന്മാരെ നമ്മൾ അടക്കിയിരുത്തിയത്. കാരണം ഇവരും കൂടി ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ പൊന്നൂസ് പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ആ ലെവലിൽ ആള് ഫുൾ കളിയായിരിക്കും. എന്നിട്ടും ഒന്ന് രണ്ട് വട്ടം ഓടി വീണ് മറിഞ്ഞ് മുറിവൊക്കെ വന്നായിരുന്നു ആൾക്ക്. പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല. അപ്പം ഇത് കൊടിയിറക്കുക കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ ഞങ്ങൾ കൊടിയിറക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അവിടെ. ഒരുപാട് ലേറ്റായി. കുർബാനെല്ലാം തീർന്നപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൊന്നൂസ് കളിക്കുന്നതിനിടയ്ക്ക് ഒന്ന് വീണായിരുന്നു. അതിൻ്റെ ഇത് കൊണ്ടാണ് മോനിപ്പോൾ എടുത്തിട്ട് നിൽക്കുന്നത്. അവളെ ചെറുതായിട്ടൊന്ന് ചെവിയുടെ അവിടെ മുറിഞ്ഞ്, വേറെ കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെയാണ്. പിന്നെ ഇത് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു കൊടിയിറക്കൊക്കെ. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിപ്പോയി. എനിക്ക് തോന്നുന്നു ഒരു 11:30 12 മണിയെങ്കിലും ആയിക്കാണ് കുർബാനെല്ലാം തീർന്നപ്പം. പൊന്നൂസ് ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം എൻ്റെ ഇപ്പം മോള് കഴിഞ്ഞ വർഷം മോള് കണ്ടില്ലായിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. സോ അപ്പം പൊന്നൂസിനെ ഒന്ന് കൊണ്ട് കാണിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പ്രാർത്ഥിച്ച് നേർച്ചയിലിട്ടതിന് ശേഷം ഞങ്ങൾ ഉടനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ സ്നേഹവിരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനും മമ്മിയും പൊന്നൂസും പോയില്ല. കാരണം വീട്ടിൽ വല്യമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പം ഓൾറെഡി നമ്മൾ ഇത്രയും ലേറ്റ് ആവുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. സോ അപ്പം വല്യമ്മച്ചിയും പിന്നെ ഫുഡൊക്കെ കഴിക്കാതിരിക്കുകയല്ലോ. സോ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതുമാത്രമല്ല, വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു സർപ്രൈസ് കണ്ടത്. പ്രിൻസിയും കുഞ്ഞും ഉണ്ടായിരുന്നു വീട്ടിൽ. സോ അപ്പം ആ വിശേഷങ്ങളൊക്കെ എൻ്റെ ഫുൾ വീഡിയോയിൽ തന്നെ പോയി കാണണേ. അപ്പം ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾക്ക് ഫുൾ വീഡിയോയിൽ കാണുക.